ഹായ് ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മളുടെ പൂരങ്ങളുടെ പൂരമായ തൃശ്ശൂർ പൂരം നടക്കുന്ന വടക്കുനാഥൻ്റെ തിരുമുറ്റത്താണ് നിൽക്കുന്നത്. അവിടെ ഒരു ചെറിയൊരു ആനക്കുട്ടീനെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മറ്റൊരു പ്രത്യേകത, ആനയൂട്ടായിട്ട് ബന്ധപ്പെട്ടാണ് അതവിടെ വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് അവിടെ നിന്ന് തുടങ്ങാമെന്ന് കരുതി. കാരണം ഞാൻ തൊട്ട് ഫ്രണ്ടിൽ, അമ്പലത്തിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് കേട്ടോ അങ്ങനെ ചെയ്തു വെച്ചിട്ടുള്ള ചെറിയൊരു ആനക്കുട്ടിയുടെ ഒരു പ്രതിമ അവിടെ വെച്ചിരിക്കുകയാണ്. അതിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന തൊട്ടിപ്പുറത്തുള്ള ആൽത്തറേര അവിടെ നിന്നുള്ള വിഷ്വൽസുകളാണ്. കുറച്ചും കൂടിയും പുലർച്ചെ നമ്മളോട് എത്തിയപ്പോൾ ലൈറ്റുകളൊന്നും കെട്ടിട്ടില്ല. ഇത് പിന്നെ നമ്മൾ ബസ് കയറാൻ നിൽക്കണം, നമ്മുടെ ഡാറ്റയ്ക്ക് ബസ് കയറാൻ നിൽക്കണം. അവിടെ നിന്ന് എടുക്കുമ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ഞാൻ ഈ സ്ഥലങ്ങളൊക്കെ വിളിച്ച് പറയുമ്പോൾ നിങ്ങൾ വേറൊന്നും വിചാരിക്കരുതിട്ടോ. അതേ ഒരു കരിക്കൊമ്പൻ എന്തെന്ന് ശരിക്കും പറയും, കരിവീരൻ അങ്ങനെ ഓരോ വണ്ടികളിലായിട്ട് വന്നിട്ടുണ്ട്. അവരുടെ നിപ്പ് കാണുമ്പോൾ തോന്നിക്കുന്നുണ്ട് ആളൊരു പാവം തോണ്ട്. കുറേ ദൂരമൊക്കെ യാത്ര ചെയ്ത് വന്നിട്ട് ക്ഷീണിച്ചിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങാണ്ട് നിൽക്കണം നിൽപ്പണ് കേട്ടോ. അപ്പോൾ എന്നെ കണ്ടപ്പോൾ അതിൻ്റെ ഒരു വള്ളി അവരുടെ കയറൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ വലിക്കുന്ന രംഗങ്ങളൊക്കെ അങ്ങനെ തോന്നിച്ചു. നമ്മളോട് ഇങ്ങനെ ഒരു പിണങ്ങിയ പോലെയൊക്കെ നിന്നു. കാരണം വെച്ചാൽ ഇവരെ ലോങ് യാത്ര കഴിഞ്ഞിട്ട് വരുമ്പോൾ ഇവർക്ക് അത്രയ്ക്ക് സുഖം ഉണ്ടാവില്ല എന്ന് പറയുന്ന പോലെ. പിന്നെയുള്ള പലരെയും നമ്മൾ താഴ്ത്ത് ഇറക്കി നിർത്തിയിട്ട് വളരെ ഫ്രീ ആയിട്ട് നിൽക്കുന്നതാണ് കണ്ടത്. കാരണം ഇത് റീലിലൊക്കെ നമ്മൾ വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ആനക്കുട്ടിയുടെ ഒരു ഡാൻസ് പ്രോഗ്രാമൊക്കെ ആയിട്ട്. കാരണം അവരെന്തായാലും ആനയൂട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ തൃശ്ശൂരിൻ്റെ മറ്റൊരു പൂരം എന്നൊക്കെ അറിയപ്പെടും. ഇപ്പോൾ നമ്മുടെ തൃശ്ശൂർ ഈ പൂരം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയുള്ളത് പുലിക്കളി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയുള്ളത് മെയിൻ കാര്യം എന്ന് പറയുന്നത് ആനയൂട്ടന് കേട്ടോ. കേരളത്തിൽ തന്നെ, ഇന്ത്യയിൽ തന്നെ, ഏഷ്യയിൽ തന്നെ, ലോകത്തിൽ തന്നെ ഇത്രയും ആനകളെ വിളിച്ചിട്ട് അവർക്ക് ഊട്ട് കൊടുക്കുന്ന ഒരു സ്ഥലം വേറെ ഇല്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. ഇനിയിപ്പോൾ നിങ്ങളത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. കാരണം വെച്ചാൽ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടേക്ക് പോയിട്ട് അതൊന്ന് വീഡിയോയിൽ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വലിയൊരു സംഭവമാണല്ലോ. കാരണം ഇത്രയധികം ആനകൾ, 63 ആനകൾ 2025 കർക്കിടകം 1 വടക്കുനാഥ സന്നിധിയിൽ വരികയും അവർ വിഭവസമൃദ്ധമായിട്ട് ഭക്ഷണം കഴിച്ച് പോവുകയും ചെയ്തു എന്നാണ്. നമ്മൾ ഇപ്പോൾ ഈ കാണാൻ പോകുന്ന പൂരം വിളിച്ചറിയിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയണ പോലെ നമ്മൾ വീണ്ടും മറ്റേ നമ്മുടെ കരിവീരൻ്റെ അവിടേക്ക് തന്നെ എത്തിയേക്കാണ്. ആളിനെ ഇറക്കിയിട്ടില്ല. ഒരു സങ്കടത്തോടു കൂടിയുള്ള നിൽക്കണം. കാരണം അവർക്ക് ഒന്ന് ഭൂമിയിൽ ഇറങ്ങിയിട്ട് വേണം ഒന്ന് ഫ്രീ ആവാൻ എന്നുള്ള ഒരു ഇതിലേ മറ്റുള്ളവരൊക്കെ എത്തണുള്ളൂ. അപ്പോൾ വീണ്ടും നമ്മളെ പറഞ്ഞ കരിവീരനെ ഇറക്കാൻ അവർ തീരുമാനിച്ചു. അവർക്കൊക്കെ ഓരോ സ്ഥലങ്ങൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ എടുക്കുന്നതിൽ വന്നു കഴിഞ്ഞാൽ ഇന്ന സ്ഥലത്ത് ഇന്ന സമയത്ത് എത്തിക്കോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ ആ സമയമായപ്പോഴും ഇറക്കിയത്. സ്റ്റെപ്പുകളിലൊക്കെ നമ്മളിപ്പോൾ എല്ലാ റീലുകളിലും കാണിക്കുന്ന പോലെ സ്റ്റെപ്പുകളിൽ ചവിട്ടി നിന്നുകൊണ്ടുള്ള ഇറക്കം. നമ്മളെപ്പോഴും പറയുമ്പോൾ നമ്മളൊരു സ്റ്റെപ്പ് തെറ്റി വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ആളുകൾ പറയും നീ ശ്രദ്ധിച്ചില്ല എന്നല്ലേ പറയുള്ളൂ. ഞാൻ എന്തായാലുമൊക്കെ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാവില്ലേ. ഇപ്പോൾ അവിടെ ഉള്ളതിൽ വെച്ചിട്ട് ഏറ്റവും കളറ് കൂടിയിട്ടുള്ള ഒരു കരിവീരനായിട്ട് എനിക്ക് തോന്നിച്ചു. ബാക്കിയുള്ളതിനൊക്കെ കളറുകളൊക്കെ ഉണ്ടെങ്കിലും ഇവൻ്റെ അത്ര കളറ് വേറെ തോന്നിച്ചില്ല. അപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആളൊന്നൊരു ഫ്രീ ആയിട്ടുണ്ട്. കാരണം നമ്മൾ നല്ലൊരു നല്ലൊരു കാലാവസ്ഥയാണ്. ചൂടുള്ള കാലാവസ്ഥകളിൽ നമ്മൾ പല പ്രശ്നങ്ങളും പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിലും നല്ല ഭൂമി തണുത്തിട്ടുണ്ട്. പ്രകൃതി രമണീയമായി, പ്രകൃതിയും തണുത്ത് പൂത്ത് ഉലഞ്ഞു നിൽക്കുന്ന ആ ഒരു സമയത്താണ്. ഈ കർക്കിടകത്തിൻ്റെ പ്രത്യേകത തന്നെ അറിയാം. കാരണം കർക്കിടകം ഈ സുഖചികിത്സയുടെ ഒരു കാലം കൂടിയാണ്. എല്ലാ വർഷമായിട്ട് ഇങ്ങനെ സുഖചികിത്സ നടത്തുന്ന ആനകളും ആളുകളും നമുക്കിടയിലൊക്കെ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് ഈ വക മരുന്ന് കൂട്ടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ അടുത്ത ഒരു വർഷം
വളരെ നല്ല രീതിയിൽ ആരോഗ്യപരമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമെന്നൊക്കെയാണ് നമ്മൾ അവരുടെ കമ്മിറ്റിക്കാരോടൊക്കെ ചോദിച്ചപ്പോൾ അറിയാൻ പറ്റിയത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഒരുപാട് മരുന്നുകൾ ഔഷധക്കൂട്ടുകളൊക്കെ കൂട്ടിയിട്ടാണ് ഇത് അവിടെ കൊണ്ടുവന്ന് കൊടുക്കുന്നത്. എന്തായാലും ഇത്രയ്ക്കും മനോഹരമായ ഒരു കാഴ്ച രണ്ടാമതും കാണുവാൻ പറ്റി. കാരണം മഴയൊക്കെ ഉണ്ടായിരുന്നു, കൊടയൊക്കെ ആയിട്ടായിരുന്നു യാത്ര. ഇപ്പം നമ്മൾ കണ്ട കരിവീരൻ തന്നെയാണ് വീണ്ടും കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം മറ്റുള്ള ആനകൾ വരുന്നുള്ളൂ, അപ്പം എന്തായാലും കിട്ടിയവരനെ എടുക്കാം എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ ആള് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പഴയ ഒരു സഹതാപ തരംഗമൊക്കെ മാറി. ആള് മറ്റേത് ഭയങ്കര ഫീലിങ്സ് ആയിട്ടായിരുന്നു നിൽക്കേണ്ടിരുന്നത്. ഇപ്പോൾ ഒന്നുകൂടി ഫ്രീ ആയി. അപ്പോൾ ആള് ഭയങ്കര ഹാപ്പിയിലാണ്, ഹാപ്പി മൂഡിലാണ് എന്നൊക്കെ പറഞ്ഞ പോലെ. ഇനിയിപ്പോൾ മറ്റുള്ള ആനകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ ആനകൂട്ടിന് പോയപ്പോൾ ചില എഡിറ്റിങ്ങിലും ചില വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ വീഡിയോസ് പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളങ്ങനെ പുറത്ത് വീഡിയോസ് വിടാതിരുന്നിട്ട് കാര്യമില്ലല്ലോ എന്നുള്ളത് കൊണ്ട് വീണ്ടും അതൊന്നും കൂടി നിങ്ങളിലേക്ക് എത്തിക്കാനുള്ളൊരു ശ്രമം നടത്തുകയാണ്. നമ്മൾ കണ്ട ആ ഒരു വീഡിയോസ് തന്നെയാണ് അത് വീണ്ടും അതിലേറിയായിട്ട് കയറി വന്നിട്ടുണ്ട്. അപ്പോൾ ആനകളൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ഇവരുടെ അടുത്തൊക്കെ ഒരു വാക്ക് പറയുമ്പോൾ തന്നെ അവർ കൊമ്പുമ്മ ചുറ്റിപ്പിടിച്ചു, അല്ലെങ്കിൽ ഇപ്പോൾ അവർ അത്രയ്ക്ക് നിശബ്ദരായിട്ട് നിൽക്കണ കാണുക എന്നൊക്കെ വലിയൊരു കാര്യമാണ്. അങ്ങനെ പലപ്പോഴും പല ഈ ആനകളായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ വരുമ്പോൾ അവരൊക്കെ ചില മർമ്മത്ത് അല്ലെങ്കിൽ ഇപ്പോൾ അതുപോലെയുള്ള ഒരു തോട്ടി ഒക്കെ അവരെ പഠിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ചില സമയത്തൊക്കെ ഇവർ ഓരോ വാക്കുകൾ പറയുമ്പോൾ അതിനനുസരിച്ച് അവർ ആൻസർ പറയുക എന്നുള്ളൊരു കാര്യമൊക്കെ ചില ആനകളിൽ കണ്ടിട്ടുണ്ട്. എന്താ ഇപ്പം നമ്മൾ സംസാരിക്കുന്ന മനുഷ്യന്മാർ സംസാരിക്കുന്ന പോലെ തന്നെ ആനകളും അതുപോലെ റിപ്പീറ്റായിട്ട് ഇങ്ങനെ ആൻസർ കൊടുക്കും. ഇപ്പം ഞാൻ പറഞ്ഞത് മനസ്സിലായി കഴിഞ്ഞ് നിങ്ങൾ ഉത്തരം തന്നോളോ എന്ന് പറയണ പോലെ അവർ അങ്ങനെ സംസാരിക്കുന്നതൊക്കെ പലപ്പോഴും കാണാൻ ഇട വന്നിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ആ റീലുകൾ. ഒരു വർഷമായിട്ടും വീഡിയോ എഡിറ്റ് ചെയ്യാൻ പഠിച്ചിട്ടില്ല എന്നുള്ള എൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമായിട്ടൊക്കെ എനിക്കിത് തോന്നിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ആന മറ്റോണം നമ്മൾ ഫുഡിങ്ങിനായിട്ട് നിൽക്കണില്ല ആള്. ഇപ്പം നമ്മൾ സാധാരണ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഒന്നും കഴിക്കാണ്ട് പോകാമെന്ന് പറഞ്ഞ പോലെ, പക്ഷെ ഇവരതല്ല ചെയ്യണം. ഇവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ തരുമ്പോൾ ബാക്കിയുള്ളത് കഴിക്കാമെന്നുള്ളൊരു കണ്ടീഷനായിട്ടായിരിക്കാം ആള് പട്ടൊക്കെ കുറേശ്ശെ കഴിക്കുന്ന രംഗങ്ങളാണ് കാണുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ആനകൾ വണ്ടിയിൽ നിന്നും ഇപ്പോൾ വണ്ടികളൊക്കെ കൊണ്ടുവന്ന് തുടങ്ങിയിട്ട് അധികം വർഷങ്ങളായിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ നമ്മളൊക്കെ പണ്ട് അല്ലെ ഇപ്പോൾ ഒരു 10-20 കൊല്ലം മുപ്പാടൊക്കെ ഈ ആനകളെ നടത്തിയിട്ടാണ് ഓരോ സ്ഥലത്തേക്കും ഉത്സവത്തിനും ക്ഷേത്രത്തിൻ്റെ മറ്റുള്ള ഓരോ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് വരുമ്പോൾ ഇവരെ നടത്തിയിട്ട് റോട്ടിൽ കൂടി നടത്തിയിട്ടാണ് കൊണ്ടുവരാറ് പതിവ്. പിന്നീട് അതിന് ശേഷമാണ് വണ്ടികളിൽ കൊണ്ടുവന്ന് തുടങ്ങിയത്. അപ്പോൾ അതിൻ്റെ ഒരു ബാലൻസിങ്ങും അവരെ കൊണ്ടുവരുന്ന രീതികൾ, ഇപ്പം നമ്മൾ തന്നെ ഇപ്പോൾ ഒരു എന്തെങ്കിലും വസ്തുക്കൾ വണ്ടിയിൽ വെച്ച് കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന നമ്മളുടെ ഒരു റെസ്പോൺസിബിലിറ്റി, വണ്ടി ഷെയ്ക്ക് ചെയ്യാൻ പാടില്ല ആദ്യം, അതുപോലെ തന്നെ കൂടുതൽ വെയിലത്ത് അങ്ങനെ അവരെ നിർത്താൻ പാടില്ല, അത്രയ്ക്കും ശ്രദ്ധിച്ചിട്ട് വേണം അവരെ കൈകാര്യം ചെയ്യാമെന്ന് പറഞ്ഞ പോലെ. അപ്പോൾ ആന വണ്ടിക്കാരും കൂടുതലായിട്ട് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ പോലെ തന്നെ, അതുപോലെ തന്നെയാണ് ആനയുടെ പാപ്പന്മാരെ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യം വരുന്നില്ലല്ലോ. ഞാൻ കൂടുതലായിട്ട് പറഞ്ഞിട്ട് ബോറടിപ്പിക്കാനല്ല, പിന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അറിയുന്ന കാര്യങ്ങൾ അറിയുന്ന രീതിയിൽ പറയാം എന്നുള്ളത് കൊണ്ടും കൂടിയാണ്. പിന്നെ കൂടുതലായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആനകളെ പേരുകൾ കൂടുതൽ ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട്
ഇവരൊക്കെ വരുമ്പോഴും അവിടെ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളത് കൂടുതലായിട്ട് നോട്ട് ചെയ്യാത്ത കാരണം എല്ലാവർക്കും അത്യാവശ്യം നല്ല ഫാൻസ് ഉള്ള ആനകളാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നവരുണ്ടെങ്കിൽ ഇടയിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കും കൂടി അതൊരു ഉപകാരമാവുമെന്ന് തോന്നുന്നു. വീണ്ടും അങ്ങനെ ഓരോരുത്തരായിട്ട് വന്നു കൊണ്ടിരിക്കുകയാണ്. കാരണം സമയം കൂടുതലാവും തോറും ഇവർക്ക് അങ്ങോട്ട് ഉള്ളിലേക്ക് പ്രവേശിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴയാണ്. ഇത് നമ്മൾ മുന്നേ കണ്ടിരുന്നു. അതായത് പ്രത്യേകം എടുത്ത് പറഞ്ഞ ഒരു കാര്യം കൂടിയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ചെറിയൊരു ആനക്കുട്ടിയാണ്. അതേപോലെ തന്നെ അതിന് ഇറങ്ങാനുള്ള ഇപ്പോൾ ആനക്കുട്ടി അവിടെ നിൽക്കുന്നുണ്ട്. അതിനോട് ഒരു സലാം കാണിക്കാൻ അങ്ങനെ പറയുന്നു. അത് കാണിക്കുന്നു. വീണ്ടും രണ്ടാമതും കാണിക്കുന്നു. വീണ്ടും താഴത്തേക്ക് ഇറങ്ങി വരുന്ന രംഗങ്ങളാണ്. ആ റിമോട്ട് കൺട്രോളിലുള്ള ആ ഒരു സ്റ്റെപ്പിൽ കൂടിയാണ് ആനക്കുട്ടി ഇറങ്ങി വരുന്നത്. പെരുമ്പറമ്പ് കാവേരി എന്ന് ആളുടെ ആ ഒരു നെയിം ബോർഡ് വണ്ടിയിലും അതുപോലെ തന്നെ നല്ല ഇണക്കമുള്ള ഒരു ആനക്കുട്ടിയാണ്. പതുക്കെ പതുക്കെ സ്റ്റെപ്പുകൾ ഇറങ്ങി വരുന്ന ആ ഒരു രംഗം വളരെ മനോഹരവും കൗതുകകരവുമായിരുന്നു. വീണ്ടും ആ ഡോറ് റിമോട്ട് കൺട്രോളിൽ തന്നെ നമ്മളിപ്പോൾ ഗേറ്റുകളും മറ്റുള്ളതൊക്കെ സെറ്റ് ചെയ്യുന്ന പോലെ തന്നെ റിമോട്ട് കൺട്രോളിൽ തന്നെ വീണ്ടും തിരിച്ച് അതേ സ്ഥാനത്ത് തന്നെ വന്ന് നിൽക്കുന്ന കാഴ്ച അതിമനോഹരമായിരുന്നു. ഭാവിയിൽ ഒരുപാട് സാധ്യതകൾ കൂടുതലായിട്ട് തോന്നിക്കുന്ന ഒരു ഡോർ പ്ലാനായിട്ട് ഇതിന് തോന്നിച്ചു. അപ്പോൾ ഓക്കെ, താങ്ക് യു.